പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളുടെ ദീർഘനാളായുള്ള കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമായിട്ടാണ് നാട്ടിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയൊരുങ്ങിയത്. എന്നിരുന്നാൽ തന്നെയും കുറച്ചു ദിവസങ്ങളായി പല അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും നാട്ടിലേക്ക് എത്തിയ വിമാനത്തിൽ അർഹതയുള്ളവരിൽ പലർക്കും എത്തിപ്പെടാൻ സാധിച്ചില്ല എന്ന ഖ്യാതിയും ഉയരുന്നുണ്ട്. ഇതിനെതിരെ പല പ്രമുഖ വ്യക്തികളും രംഗത്തേക്ക് എത്തുകയുണ്ടായി. എന്നാൽ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിൽ എംബസി കൃത്രിമം കാണിച്ച തെളിവുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. UAE പ്രശസ്ത ദിനപത്രമായ ഖലീജ് ടൈംസ് ആണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പ്രവാസി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള വന്ദേ ഭാരത് ദൗത്യത്തിൽ UAE നിന്നുള്ള ആദ്യ വിമാനത്തിൽ മുൻഗണനാക്രമം മറികടന്ന് NMC ഹെൽത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനും കുടുംബവും നാട്ടിലെത്തി. NMC ഹെൽത്ത് ഉയർന്ന ഉദ്യോഗസ്ഥനായ സുരേഷ് കൃഷ്ണമൂർത്തി, അദ്ദേഹത്തിന്റെ ഭാര്യ, 3 മക്കൾ, വീട്ടിലെ ജോലിക്കാരി എന്നിവരുൾപ്പെടുന്ന 6 പേർ നാട്ടിലെത്തിയതായി ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അടിയന്തരമായി നാട്ടിലെത്തേണ്ട മുൻഗണനാ വിഭാഗങ്ങളായ ഗർഭിണികൾ, ചികിത്സ ലഭ്യമാക്കേണ്ട രോഗികൾ, തൊഴിൽ നഷ്ടപ്പെട്ടവർ എന്നിവരുൾപ്പെടെയുള്ള പ്രവാസികൾ വിമാന ടിക്കറ്റിനായി കാത്തിരിക്കുമ്പോഴാണ് 6 അംഗ സംഘം ഒന്നും മടികൂടാതെ നാട്ടിലെത്തിയത്. NMC ഹെൽത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ജീവനക്കാരും കുടുംബവും നാട്ടിലെത്തുന്നത്. മെയ് 7-ന് അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് 6 പേരുടെ സംഘം കൊച്ചിയിലെത്തിയത്. വിമാനത്തിൽ നാട്ടിലെത്തിയ ശേഷം വെള്ളിയാഴ്ച രാവിലെ താൻ അടിയന്തര ആവശ്യത്തിനായി കുടുംബത്തോടൊപ്പം നാട്ടിലെത്തിയതാണെന്നും ജൂണിൽ തിരികെ വരുമെന്നും സുരേഷ് കൃഷ്ണമൂർത്തി കമ്പനി അധികൃതർക്ക് സന്ദേശമയച്ചതായി കമ്പനി വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു. അടിയന്തരമായി നാട്ടിലെത്തേണ്ടവർ യാത്രാനുമതി തേടി കാത്തിരിക്കുമ്പോൾ അനർഹർ പട്ടികയിൽ ഇടം നേടുന്ന വ്യാപക പരാതിക്കിടെയാണ് NMC ഹെൽത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെയും കുടുംബത്തിന്റെയും നാട്ടിലേക്കുള്ള മടക്കം. കുടുംബത്തിൽ ഒരു മരണം നടന്നെന്ന വ്യാജ സത്യവാങ്മൂലം നൽകിയാണ് സുരേഷ് കൃഷ്ണമൂർത്തി ഉൾപ്പെടെയുള്ള 6 പേർ UAE വിട്ടതാണെന്നാണ് വിവരം. എന്നാൽ സുരേഷ് കൃഷ്ണമൂർത്തിയുടെ പിതാവ് അസുഖബാധിതനാണെന്നും കുടുംബത്തിൽ അടുത്തിടെ മരണം നടന്നിട്ടില്ലെന്നും കമ്പനി വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.